Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ S6 സ്റ്റുഡൻസിന്റെ അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറി സബ്ജക്റ്റിന്റെ സിലബസ് ഓവർവ്യൂവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചാണ്. ഫുള്ളി എക്സാം ഓറിയന്റഡ് വീഡിയോ ആണ്. ലാസ്റ്റ് 4 ഇയേഴ്സ് KTUവിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഹൈലൈറ്റ് ചെയ്യാണ്. അതുപോലെ എക്സാം പാറ്റേണും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് പാർട്ട് എ കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മോഡ്യൂൾ 1 to 4 നിന്ന് 1 ക്വസ്റ്റ്യൻ ഈച്ചും മോഡ്യൂൾ 5 and 6 നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഈച്ചുമാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് ആണ് വരുന്നത് പാർട്ട് എയിൽ. അപ്പം തന്നെ നമുക്കറിയാം വെയിറ്റേജ് കൂടുതൽ വരുന്നത് മോഡ്യൂൾ 5 and 6 ആണ്. അപ്പോൾ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് മോഡ്യൂൾ 5 and 6 ആണ്. ബാക്കിയുള്ള മോഡ്യൂൾസിൽ നിന്നും പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യൻ വീതം ചോദിക്കത്തുള്ളൂ. മോഡ്യൂൾ 5 and 6 നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം ചോദിക്കും. പിന്നെ പാർട്ട് ബി വരുമ്പോഴത്തേക്ക് മോഡ്യൂൾ 1 and 2 കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ 3 ക്വസ്റ്റ്യൻസ് കാണും. 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നോർമലി ക്വസ്റ്റ്യൻസ് എല്ലാം 10 മാർക്സിനാണ് ചോദിക്കുന്നത്. അങ്ങനെ പാർട്ട് ബിയിൽ 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് കാണും. പാർട്ട് സി വരുമ്പോഴത്തേക്ക് മോഡ്യൂൾ 3 and 4 കമ്പൈൻഡ് ആണ്. അവിടെയും 3 ക്വസ്റ്റ്യൻസ് കാണും. 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ കേസിലും മാക്സിമം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 20 മാർക്സ്. സിമിലർലി മോഡ്യൂൾ 5 and 6 പാർട്ട് ഡി ആയിട്ടാണ് ക്വസ്റ്റ്യനകത്ത് വരുന്നത്. 3 ക്വസ്റ്റ്യൻസ് കാണും. 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നമ്മൾ കൊറോണയുടെ കൺസെഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ 100 മാർക്സിൽ വിത്ത് ചോയ്സ് ആയിരിക്കും വരുന്നത്. നമുക്ക് 70 മാർക്സ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ 2.25 മണിക്കൂറേ ഉള്ളൂ നമുക്ക് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2.25 മണിക്കൂറേ ഉള്ളൂ. അപ്പം കൺട്രോൾ സിസ്റ്റം അതുപോലെ അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റം പ്രോബ്ലം ആൻഡ് പേപ്പർ വരുമ്പോഴത്തേക്ക് ടൈം ഒരു ഫാക്ടറാണ്. ടൈം ബേസ് ചെയ്ത് തന്നെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് എസ്സേ ചോദിക്കുമ്പോഴത്തേക്ക് ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലതിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ ലെന്തിയറാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏതാണ് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. മാക്സിമം 70 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമേ കാണത്തുള്ളൂ. അതുപോലെ ഓർ ചോയ്സ് അറ്റൻഡ് ചെയ്ത് ടൈം കളയരുത്. പാസ് മാർക്ക് വരുന്നത് 31 മാർക്സ് ആണ് റെഗുലർ സ്റ്റുഡൻസിന് വരുന്നത് 70-ൽ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മൾ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് ഇതെല്ലാം നമ്മൾ മോഡ്യൂൾ വൈസ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം എക്സാമിന് ഓർക്കേണ്ട കാര്യം നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ കേസിൽ കുറച്ച് ഫിഗേഴ്സ് ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടോപ്പിക്സ് ഉണ്ട്. അത് പേന വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ ഡ്രോ ചെയ്ത് മാർക്ക് ചെയ്യണം. ലിയാപ്പനോ സ്റ്റെബിലിറ്റി അതുപോലെ സിംഗുലാർ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്ക്രൈബിങ് ഫംഗ്ഷൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കേസ് വരുമ്പോഴത്തേക്ക് പെൻ വെച്ച് തന്നെ നീറ്റായിട്ട് വരച്ച് അത് മാർക്ക് ചെയ്യണം. ഡയഗ്രത്തിന് മാർക്ക് കൂടുതലുണ്ട്. അതുപോലെ ഇക്വേഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഇടണം. മോഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. ഞാൻ എസ്സേ ക്വസ്റ്റ്യൻസ് കമ്പൈൻഡ് ആയിട്ട് മോഡ്യൂൾ 1 and 2 എന്ന് വരുന്നത് അതുപോലെ വരുന്നത് കൊണ്ട് ആ രീതിയിലാണ് ടോപ്പിക്സ് എഴുതിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സ് ഉണ്ട്. PI PD PID കൺട്രോളേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൺട്രോളേഴ്സിൻ്റെ ബേസിൽ മോഡ്യൂൾ 1 ആയിട്ട്. അതുപോലെ ഈ സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് സിംഗിൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വീഡിയോസ് ഓർഡറിൽ സിംഗിൾ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക്രൈബിങ് ഫംഗ്ഷൻ, അതുപോലെ കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി, ലിയാപ്പനോ സ്റ്റെബിലിറ്റി, ബോർഡേ പ്ലോട്ട് അങ്ങനത്തെ ഉള്ളതിനൊക്കെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പം യൂട്യൂബിൽ ടോപ്പിക് പ്ലസ് BTech MEDC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഡ്യൂൾ 3 വേണ്ടെങ്കിൽ ACT മോഡ്യൂൾ 3 പ്ലസ് BTech MEDC എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ആ സെർച്ച് റിസൾട്ട് വരും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഏതെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിലും ആ ടോപ്പിക്ക് പ്ലസ് BTech MEDC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വീഡിയോ യൂട്യൂബിൽ കിട്ടും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇപ്പം ലാക്ക് കോമ്പൻസേറ്റർ പഠിക്കണമെങ്കിൽ ലാക്ക് കോമ്പൻസേറ്റർ പ്ലസ് BTech MEDC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ BTech MEDCയുടെ ലാക്ക് കോമ്പൻസേറ്ററിൻ്റെ വീഡിയോ കിട്ടും.
അപ്പോൾ അത് ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ വീഡിയോ ഒറ്റ സിംഗിൾ പ്ലേലിസ്റ്റ് ആയിട്ടും മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ആയിട്ടും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് പ്ലേലിസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ലിയാപ്പിനോ സ്റ്റെബിലിറ്റി പഠിക്കണമെങ്കിൽ ലിയാപ്പിനോ സ്റ്റെബിലിറ്റി പ്ലസ് ബിടെക് മെഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വീഡിയോസ് റിലേറ്റഡ് ടു ലിയാപ്പിനോ സ്റ്റെബിലിറ്റി. ഇനി നെക്സ്റ്റ്, അപ്പം ഇതിൻ്റെ ഈ പി ഐ ഡി കൺട്രോളേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 4 years നോക്കുമ്പോഴത്തേക്ക് പാർട്ട് എയിന്ന് ഒരു 80% ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. ചില ഇയേഴ്സിലാണെങ്കിൽ ഫുൾ 100% പാർട്ട് എയിന്ന് തിയറി ചോദിച്ചിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ തിയറി പോർഷൻസ് നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. ഡയറക്റ്റാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് മോഡ്യൂൾ 1 and 2 ഞാൻ കമ്പൈൻ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാഗ് ലീഡ് കോമ്പൻസേറ്റർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നെറ്റ്വർക്ക് എക്സ്പ്ലനേഷനും നമ്മൾ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ വിത്ത് ഓപ്പാമ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൺട്രോളേഴ്സിൻ്റെ കേസിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഓരോ കോമ്പൻസേറ്ററിൻ്റെ നെറ്റ്വർക്ക് വരുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ലാഗ് ലീഡ് കോമ്പൻസേറ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്, അതിൻ്റെ പോൾ സീറോ പ്ലോട്ട്, ഫ്രീക്വൻസി റെസ്പോൺസ്, 5M ഒമേഗ-M എക്സ്പ്രഷൻ. ഇത് സ്ഥിരം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഏതെങ്കിലും കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ, അതുപോലെ നെറ്റ്വർക്ക് വരച്ചിട്ട് അതിൻ്റെ പോൾ സീറോ പ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അതിൽ നിന്നുള്ള 5M വാല്യൂ ഒമേഗ-M വാല്യൂ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതും നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കവേർഡ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ പ്രൊസീജിയേഴ്സ് ഓഫ് കോമ്പൻസേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ മോഡ്യൂൾ 1 വരുമ്പം ബോഡേ പ്ലോട്ട് യൂസ് ചെയ്തും മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് റൂട്ട് ലോക്കസ് ടെക്നിക്ക് യൂസ് ചെയ്തും ഈ കോമ്പൻസേറ്റേഴ്സ് ഡിസൈൻ ഉണ്ട്. അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോമ്പൻസേറ്റർ ഡിസൈൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡേ പ്ലോട്ടും റൂട്ട് ലോക്കസും ഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ആ മോഡ്യൂളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് മോർ പ്രോബ്ലംസ് അതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ മോഡ്യൂൾ 1 and 2 വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സിഗർ-നിക്കോൾസ് ട്യൂണിംഗ് മെത്തേഡ്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അതും എല്ലാ ക്വസ്റ്റ്യനകത്തും ചോദിച്ചിട്ടുണ്ട്. 2 മെത്തേഡ്സ് ആണുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം ഉണ്ട്. അപ്പോൾ മോഡ്യൂൾ 2 നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാവുന്ന, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗർ-നിക്കോൾസ് ട്യൂണിംഗ് മെത്തേഡാണ്. അത് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ട്യൂണിംഗ് മെത്തേഡ് 2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ടോപ്പിക്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്തായാലും 100 മാർക്കിന് ക്വസ്റ്റിനകത്ത് 100 അറ്റൻഡ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് 70 മാർക്സ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമേ കാണത്തുള്ളൂ. അപ്പം വരുമ്പോഴത്തേക്ക് നമ്മൾ ലാഗ് കോമൻസ് ലീഗ് കോമൻസ് ഒക്കെ ലാസ്റ്റ് ഡിസൈൻ ചെയ്യാൻ നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ കുറേ ടൈം പോകും. ഇപ്പോൾ പ്ലോട്ടൊക്കെ വരച്ച് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടൈം പോകും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് സിഗർ-നിക്കോൾസ് ട്യൂണിംഗ് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് തിയറിയും പ്രോബ്ലം എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് എസ്എ ക്വസ്റ്റ്യന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തിയറി പ്രൊസീജിയർ ഡിസൈൻ പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ തിയറീസ് ഇത്രയാണ് മോഡ്യൂൾ 1 and 2 ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇനി മോഡ്യൂൾ 3 and 4 ഈ നമ്മൾ അഡ്വാൻസ് കൺട്രോൾ തിയറിയുടെ ബേസ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ 3 ആണ്. ഒരു സ്റ്റേറ്റ് സ്പേസിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് മോഡ്യൂൾ 3. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ മോഡ്യൂൾ 3 മാത്രമേ ഉള്ളൂ ആ ഓർഡറിൽ കണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വിഷയമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ഓർഡറിൽ തന്നെ വാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ കുറച്ച് വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബേസ് വന്നതുകൊണ്ടാണ്. ഇനി അതിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക്സ് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റേറ്റ് സ്പേസും അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. 2 ക്വസ്റ്റ്യൻസ് 5 മാർക്സിന് ചോദിക്കാം. അത് നമ്മളുടെ വീഡിയോ അപ്ലോഡഡ് ആണ്. പിന്നെ വരുന്നത് സ്റ്റേറ്റ് വേരിയബിൾ, സ്റ്റേറ്റ് സ്പേസ്, സ്റ്റേറ്റ് വെക്ടർ, അതിൻ്റെ ഡെഫിനിഷൻസ് ചോദിക്കാം.
പിന്നെ വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ട്. നമുക്കിപ്പം ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. നമ്മളത് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഡികമ്പോസിഷൻ, കാസ്കേഡ് ഡികമ്പോസിഷൻ, പാരലൽ ഡികമ്പോസിഷൻ പറഞ്ഞ് ഡിഫറെൻറ്റ് ഡികമ്പോസിഷൻ ഫോംസ് ഉണ്ട്. അത് കിട്ടുന്ന ഫോമിനെയാണ് നമ്മളിങ്ങനെ ഫേസ് വേരിയബിൾ ഫോം, കാനോണിക്കൽ ഫോം എന്നൊക്കെ ഡിഫറെൻറ്റ് നെയിംസിൽ പറയുന്നത്. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എപ്പോഴും ആ മോഡ്യൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എപ്പോഴും 10 മാർക്സിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഈ മോഡ്യൂൾ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. അപ്പോൾ അതിനെ എങ്ങനെ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. അതിനകത്ത് പിന്നെ ജോർദാൻ കാനോണിക്കൽ ഫോം കൂടെ വരുന്നുണ്ട്. അതായത് നമ്മളുടെ റൂട്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 1 വരുന്നത്, അത് നമ്മൾ വീഡിയോസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഫോംസ് വരുന്നത്. അതിൽ നിന്നൊരു എസ്സേ സ്ഥിരം ചോദിക്കുന്നതാണ്. ഒരു ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് സ്പേസ് എന്നിട്ട് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, സ്മോൾ ഡെറിവേഷൻ ഉണ്ട്. അത് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ വരുന്നത് C × SI - A ഇൻവേഴ്സ് B + D. അതാണ് നമുക്ക് ABCD വാല്യൂ തരും. അത് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിൽ കിട്ടും. അപ്പോൾ സ്റ്റേറ്റ് സ്പേസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമ്മളുടെ റോ കോളം ഓർഡർ നോക്കിയിട്ട് വേണം അത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വരേണ്ടത്. പിന്നെ അതിനകത്തുനിന്ന് എപ്പോഴും എസ്സേ ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുക. അതിന് 2 മെത്തേഡ്സ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡും കെയ്ലി ഹാമിൽട്ടൺ മെത്തേഡും. അതിൽ നിന്നുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിനകത്ത് കുറച്ച് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എപ്പോഴും സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ പ്ലേലിസ്റ്റിൽ അപ്ലോഡഡ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് യൂസ് ചെയ്തും കാലി ഹാമിൽട്ടൺ മെത്തേഡ് യൂസ് ചെയ്തും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് SI - A ഇൻവേഴ്സ് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് യൂസ് ചെയ്ത് φ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിന് ഒരു 5 പ്രോപ്പർട്ടീസും ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് കൺവേർഷൻ ഫ്രം കനോണിക്കൽ ടു ഫേസ് വേരിയബിൾ ഫോം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വീഡിയോസിനകത്ത് ഡയഗണലൈസേഷൻ മെത്തേഡ്, ഐഗൻ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഐഗൻ വെക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതെല്ലാം ഇതിൻ്റെ ബേസ് ചെയ്ത് വരുന്നതാണ്. ആ ടോപ്പിക്സിന് ബേസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ മോഡ്യൂൾ 3 നിങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഈ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റേറ്റ് സ്പേസ്, ലിമിറ്റേഷൻ ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, പിന്നെ ഈ ഇതിൻ്റെ ഡെഫിനിഷൻസ്, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, പിന്നെ തിരിച്ച് സ്റ്റേറ്റ് സ്പേസ് എന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, പ്രോബ്ലംസ്, അതുപോലെ കൺവേർഷൻ ഫ്രം ഫേസ് വേരിയബിൾ ടു കനോണിക്കൽ ഫോം അല്ലെങ്കിൽ കനോണിക്കൽ ടു ഫേസ് വേരിയബിൾ ഫോം. ഓക്കെ, ഇതാണ് ഇതിപ്പോൾ ഈ കനോണിക്കൽ ടു ഫേസ് വേരിയബിൾ ഫോം നമ്മൾ പഠിച്ച ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. ആ വീഡിയോസ് വാച്ച് ചെയ്യണം. അപ്പോൾ മോഡ്യൂൾ 3 കുറച്ച് വീഡിയോസ് ഉണ്ട്. അതെല്ലാ വീഡിയോസും വാച്ച് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നെക്സ്റ്റ് മോഡ്യൂൾ 4 5 വരുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ഇനി മോഡ്യൂൾ 4 വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 മെത്തേഡ്സ് ഉണ്ട്, കൽമാൻ ടെസ്റ്റും ഉണ്ട്, ഗിൽബർട്ട് ടെസ്റ്റും ഉണ്ട്. ഇപ്പോൾ എക്സാമിന് മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ കൽമാൻസ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി പ്രത്യേക പ്ലേലിസ്റ്റ് നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കുറേ വീഡിയോസ്, ടൈപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണ്. അത് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി 2 മെത്തേഡും പഠിക്കുക. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് കൽമാൻസ് മെത്തേഡാണ്. കൺട്രോളബിലിറ്റി ഉണ്ട്, അതുപോലെ ഒബ്സർവബിലിറ്റി ഉണ്ട്. ഇനി എക്സാമിന് ഗിൽബർട്ട് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ മാത്രം ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. അത് കുറച്ച് ലെന്തിയർ മെത്തേഡാണ്. ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കൽമാൻസ് മെത്തേഡാണ്. പിന്നെ ആ മോഡ്യൂൾ 4 സാമ്പിൾഡ് ഡേറ്റ കൺട്രോൾ സിസ്റ്റം എന്നും പറഞ്ഞ് ഒരു ടോപ്പിക് ഉണ്ട്. അത് തിയറി ആയിട്ട് ചോദിക്കാവുന്ന ടോപ്പിക്കാണ്. തിയറി ഒന്ന് നോക്കണം. എന്താണ്, അതിനൊരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്. ആ ബ്ലോക്ക് ഡയഗ്രം വെച്ചിട്ട് സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആ മോഡ്യൂൾ
മോഡ്യൂൾ 4 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാച്ച് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. പിന്നെ നെക്സ്റ്റ് ആ മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജൂറീസ് ടെസ്റ്റ് ആണ്. അത് ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ മോഡ്യൂളിൽ നിന്ന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂറീസ് ടെസ്റ്റ് ആണ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രാവശ്യം 10 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒറ്റ വീഡിയോയിൽ ഫുൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജൂറീസ് ടെസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യുക. 2 പ്രാവശ്യം 10 മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എളുപ്പമാണ്. അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ അത് സോൾവ് ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ മോഡ്യൂളിൽ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാവുന്നത് കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി, പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ടൈപ്പാണ് കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി. ആ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസിലും എളുപ്പം ആൻസർ കിട്ടുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത് 3 എസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ മോഡ്യൂളിൽ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. നമുക്ക് മോഡ്യൂൾ 3യും മോഡ്യൂൾ 4ഉം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആണെങ്കിൽ എളുപ്പം സ്കോർ ചെയ്യാവുന്ന മോഡ്യൂൾ 4ൽ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത്. മോഡ്യൂൾ 3ൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തിരിച്ച് സ്റ്റേറ്റ് സ്പേസിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതും എളുപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പം നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ മോഡ്യൂൾ 3യും 4ഉം ഇത്രയാണ് വരുന്നത്. മോഡ്യൂൾ 5 and 6 ആണ് വരുന്നത്. ലാസ്റ്റ് പാർട്ട് ഡി ആയിട്ട് വരുന്നത്. അതിനകത്ത് കുറേ തിയറി പോർഷൻസ് ഉണ്ട്. അതുപോലെ പാർട്ട് എയിലും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഈ മോഡ്യൂളിൽ നിന്ന് വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. മോഡ്യൂൾ 5ലെ ടോപ്പിക്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സ്ഥിരം 5 മാർക്സിന് അത് ചോദിക്കാറുണ്ട്. അതുപോലെ ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റി, സാച്ചുറേഷൻ, ഡെഡ് സോൺ, റിലേ, അതിൻ്റെ ടൈപ്സിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. നാച്ചുറലി ഒക്കറിങ്ങും ഇൻറ്റൻഷണൽ നോൺ ലീനിയാരിറ്റി, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റി ഉണ്ട്. അത് 5 മാർക്സ് ചോദിക്കുന്നതാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയാരിറ്റി, അതിനകത്ത് ജമ്പ് റെസൊണൻസ്, ലിമിറ്റ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ആ വീഡിയോ ടൈം കിട്ടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ജമ്പ് റെസൊണൻസും അതുപോലെ ലിമിറ്റ് സൈക്കിൾ അത് നെയിം എടുത്ത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത്. പിന്നെ ആ മോഡ്യൂളിൽ വരുന്നത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് ആണ്. ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡഡ് ആണ്. അതുപോലെ അതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളതും, സ്റ്റെബിലിറ്റിയുടെ കേസിൽ ലിമിറ്റ് സൈക്കിളിൽ സ്റ്റേബിൾ, അൺസ്റ്റേബിൾ വരുന്ന വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്ഥിരം ഒരു തിയറി ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ്. അതുപോലെ അത് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമ്മൾ 4 പ്രോബ്ലം റിലേ വെച്ചിട്ടുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ടൈം കിട്ടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും ആണ്. മോഡ്യൂൾ 5ൽ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റി, അതുപോലെ ഈ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്ന ജമ്പ് റെസൊണൻസ്, ലിമിറ്റ് സൈക്കിള്, ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ്, അത് സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്, അതുപോലെ കൺവേർജിങ്, ഡൈവേർജിങ് വരുന്ന അനുസരിച്ചിട്ട് ലിമിറ്റ് സൈക്കിൾ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ഉണ്ട്. ഫിഗേഴ്സിന് വളരെ വെയിറ്റേജ് കൂടുതലാണ്, മാർക്ക് വെയിറ്റേജ്. അപ്പം നീറ്റായിട്ട് വരയ്ക്കുക ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ കൺസെപ്റ്റ് ചോദിക്കുമ്പം. അതുപോലെ അതിനകത്തുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ലീനിയർ പാർട്ട് കാണും. ലീനിയർ പാർട്ടിൻ്റെ പോളാർ പ്ലോട്ട് വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പോളാർ പ്ലോട്ട് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി ടൈപ്പ് ഓർഡർ വെച്ചിട്ടുള്ള വീഡിയോയും ആ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതൊന്ന് വാച്ച് ചെയ്യുക. നമുക്ക് 2.25 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ടൈം ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ടൈപ്പ് ഓർഡർ വെച്ചിട്ട് നമുക്ക് ലീനിയർ സിസ്റ്റത്തിൻ്റെ പോളാർ പ്ലോട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ എസ് എ ആയിട്ട് വരുന്നത് ഒന്ന് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫ്രം മോഡ്യൂൾ 5. ഇനി നെക്സ്റ്റ് വരുന്നത് മോഡ്യൂൾ 6 ആണ്. മോഡ്യൂൾ 6ൽ
ഫേസ് പ്ലെയിൻ അനാലിസിസും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതുപോലെ ലിയാപ്നോ സ്റ്റെബിലിറ്റിയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. നമ്മൾ ഈ മോഡ്യൂൾ 5ഉം 6ഉം കൂടെ നമുക്ക് 3 ക്വസ്റ്റ്യനകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാവുന്ന 2 ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് ലിയാപ്നോ സ്റ്റെബിലിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലം, എസ്എ പ്രോബ്ലം പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തുള്ള പ്രോബ്ലവും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഫേസ് പ്ലെയിൻ അനാലിസിസ് എന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ഫേസ് ട്രാജക്ടറി ഒക്കെ വരച്ചും അതിൻ്റെ ഗ്രാഫൊക്കെ വരച്ചെടുക്കാൻ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം നമുക്ക് എളുപ്പം അറ്റംപ്റ്റ് ചെയ്യാവുന്ന 2 ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് ലിയാപ്നോ സ്റ്റെബിലിറ്റിയും അതുപോലെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനുമാണ്. ഇപ്പോൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റും അതുപോലെ ലിയാപ്നോ സ്റ്റെബിലിറ്റിയുടെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റും നമ്മൾ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള മിക്കവാറുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ ഫേസ് പ്ലെയിൻ അനാലിസിസിലും വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതിൻ്റെ തിയറി, കൺസെപ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കേസിൽ തിയറി ആയിട്ട് ചോദിക്കുന്നത് ഫേസ് പോർട്രേറ്റ് എന്താ, ഫേസ് ട്രാജക്ടറി എന്താ, അങ്ങനത്തെ ഉള്ളത് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് സിംഗുലാർ പോയിന്റ് ക്ലാസിഫിക്കേഷൻ. അത് നമ്മൾ വീഡിയോ അപ്ലോഡഡ് ആണ്. അതിനകത്ത് ഒരു 5 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ സാഡിൽ പോയിന്റ്, വെർട്ടെക്സ് പോയിന്റ് ഒക്കെ ഓരോന്ന് നെയിം എടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗുലാർ പോയിന്റ് ഐഗൻ വാല്യൂ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഫേസ് പ്ലെയിൻ അനാലിസിസിൽ നിന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഫേസ് പ്ലെയിൻ അനാലിസിസിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. 2 വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. പിന്നെ ആ മോഡ്യൂളിൽ ലാസ്റ്റ് വരുന്നത് ലിയാപ്നോ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് ആണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്എ ക്വസ്റ്റ്യന് ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോഡ്യൂൾ 5 and 6 ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നോക്കേണ്ടത് ഒന്ന് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലവും അതുപോലെ ലിയാപ്നോ സ്റ്റെബിലിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലവും ആണ്. ഇപ്പോൾ ലിയാപ്നോ സ്റ്റെബിലിറ്റി വരുമ്പോഴത്തേക്ക് അതിന് ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്, അതിൻ്റെ ഡിഫറെൻറ്റ് നെയിംസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആണ്, വാച്ച് ചെയ്യുക. അതുപോലെ അതിൻ്റെ കേസിലും ഫിഗേഴ്സ് വരുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൈൻ ഡെഫിനിറ്റ്നെസ് ഉണ്ട്, അത് 5 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിന് ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ വന്നിട്ട് സൈൻ ഡെഫിനിറ്റ്നെസ് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സൈൻ ഡെഫിനിറ്റ്നെസ്. പിന്നെ സിൽവസ്റ്റേഴ്സ് തിയറം ഉണ്ട്. സിൽവസ്റ്റേഴ്സ് തിയറം ഡെഫിനിറ്റ്നെസ് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡാണ്. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ലിയാപ്നോ സ്റ്റെബിലിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മൾ നോർമലി സെക്കൻഡ് മെത്തേഡാണ് ചോദിക്കുന്നത്, ഡയറക്റ്റ് മെത്തേഡാണ് ചോദിക്കുന്നത്. അതിൻ്റെയും പ്രോബ്ലംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു വി ഓഫ് എക്സ് തരും, അല്ലെങ്കിൽ വി ഓഫ് എക്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വി ഡോട്ട് ഓഫ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ സിസ്റ്റം അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ. അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ ആണ് ലിയാപ്നോ സ്റ്റെബിലിറ്റി. 2 പ്രാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഇയർ ചോദിച്ചത് ലിയാപ്നോ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് A ട്രാൻസ്പോസ് P + P = -Q, അതിൻ്റെ വീഡിയോസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. പിന്നെ പോൾ പ്ലേസ്മെന്റ് ടെക്നിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മുടെ സിലബസ് ഒത്തിരി വാസ്റ്റ് ആണ്. അതുകൊണ്ട് ചൂസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഈ കൊറോണ കണ്ടീഷനിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, ചൂസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് 70 മാർക്സ് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളത് കൺസെപ്റ്റ് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പൻസേറ്റേഴ്സ് കുറച്ച് ലെന്തിയർ ആണ്, എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അതുപോലെ ഫേസ് ട്രാജക്ടറിയും കുറച്ച് ലെന്തിയർ ആണ്. ബാക്കി ടോപ്പിക്സ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഒന്നും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം അതിനകത്ത് മോഡ്യൂൾ 5 and 6 വെയിറ്റേജ് കൂടുതലുണ്ട്, അത് ഓർത്തോണം. അത് കഴിഞ്ഞിട്ട് തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യവും അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ മോഡ്യൂൾ 1 and 2 ഒരു എസ് എ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് സിംഗർ നിക്കോൾസ് ട്യൂണിംഗ് മെത്തേഡാണ്. അതുപോലെ ഈ ലാഗ്, ലീഡ്, കോമ്പൻസേറ്ററിൻ്റെ പോൾ സീറോ പ്ലോട്ട്, ഫ്രീക്വൻസി റെസ്പോൺസ്, അതും ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് എസ് എയിൽ വരാം. പിന്നെ ഡിസൈൻ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഓരോന്നിൻ്റെയും, അതും ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കാം. പിന്നെ മോഡ്യൂൾ 3 and 4 വരുമ്പോഴത്തേക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു സ്റ്റേറ്റ് സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, കൺവേർഷൻ ഫ്രം കാനോണിക്കൽ ടു ഫേസ് വേരിയബിൾ ഫോം. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി,
പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ജൂറീസ് ടെസ്റ്റ്. ജൂറീസ് ടെസ്റ്റ് 10 മാർക്സിന് ഈസി ആയിട്ട് നമുക്ക് ചോദിച്ചാൽ സ്കോർ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാം. അതിൻ്റെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനൊന്നുമില്ല, ഡയറക്റ്റ് ആണ്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തരും, അതിൻ്റെ നമ്മൾ RH ക്രൈറ്റീരിയ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത പോലെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സിസ്റ്റം സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 10 മാർക്സിന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് മോഡ്യൂൾ 5 and 6 ഈ തിയറി പോർഷൻസ് നോക്കുക. അതുപോലെ പ്രോബ്ലം ഓൺ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോഡ്യൂൾ 6 വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം വരുന്നത് ലിയാപ്പിനോ വെച്ചിട്ടുള്ള സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലിയാപ്പിനോ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിനകത്ത് നമുക്ക് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ളതെന്ന് പറയുന്നത് സിംഗർ നിക്കോൾസ് ട്യൂണിംഗ് മെത്തേഡ്, കോമ്പൻസേറ്റേഴ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്, ഫേസ് ട്രാജക്ടറി വരയ്ക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ആണ്. ഏത് മോഡ്യൂളിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം, പ്രശ്നമൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ആ ഓർഡറിൽ തന്നെ വീഡിയോസ് വാച്ച് ചെയ്ത് പോകണം. അത് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. അതിൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മീഡിയസി.